ഏവർക്ക് സുപ്രഭാതം. യോസേഫ് എന്ന യാക്കോബിന്റെ മകൻ അപ്പന്റെ വാക്ക് കേട്ട് ആടിനെ മേയ്ക്കാൻ പോയ തന്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് യാത്ര തിരിച്ചു. ദീർഘമായ യാത്ര ചെയ്ത് ശേഖേമിലെത്തി. കാരണം ഈ സഹോദരന്മാർ ശേഖേമിലുണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷെ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ശേഖേമിൽ കണ്ടെത്തിയില്ല. അപ്പോൾ ആളുകൾ പറഞ്ഞു, അവൻ അവിടെ ഇല്ല, അവർ ദോദാനിലേക്ക് പോയിരിക്കുകയാണ്. വീണ്ടും യാത്ര ചെയ്തു. അങ്ങനെ ദോദാനിൽ എത്തിച്ചേർന്നു. ദോദാനിൽ എത്തിച്ചേരുമ്പോൾ ദോദാനിൽ വെച്ച് സഹോദരന്മാർ യോസേഫ് അവരുടെ അടുക്കിലേക്ക് വരുന്നത് ദൂരെ നിന്ന് കണ്ടു. അവർക്ക് പണ്ടേ ഇവനോട് അത്ര താല്പര്യമല്ല, അസൂയ മൂത്തിരിക്കുന്ന ആളുകളാണ്. ദോദാനിലേക്ക് യോസേഫ് എത്തിച്ചേരുന്ന കാഴ്ച ദൂരെ നിന്ന് കണ്ട സഹോദരന്മാർ ഒരുമിച്ച് വട്ടം കൂടി ഒരു വലിയ കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ തീരുമാനിച്ചു, നമുക്ക് എങ്ങനെയും ഇവനെ ഒന്ന് ഇല്ലായ്മ ചെയ്ത് കളയണം, ഇവനെ നമുക്ക് മുടിച്ചു കളയണം, ഇവനെ നമുക്ക് സഹോദരനായിട്ട് വേണ്ട, ഇവനാണ് അപ്പന്റെ ഏറ്റവും പ്രിയനായിരിക്കുന്നവൻ, അതുകൊണ്ട് ഇവനെ നമുക്ക് വേണ്ട. ഈ ചിന്ത അവരുടെ മനസ്സിൽ വരുവാനായിട്ട് ഇടയായിട്ട് തീർന്നതുകൊണ്ട് അവർ വട്ടം കൂടി യോസേഫിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും സഹോദരന്മാരായിരിക്കുന്ന നാം, സ്നേഹിതരായിരിക്കുന്ന നാം, നമ്മുടെ മറ്റുള്ളവ പ്രിയപ്പെട്ടവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണോ? മറ്റുള്ളവരുടെ നന്മ കാണുവാൻ നമുക്ക് ഇടയാകട്ടെ. ഇത്ര യാത്ര ചെയ്ത് ഇത്ര കഷ്ടം സഹിച്ച് സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ വന്നവനെ എങ്ങനെയും ഒടുക്കിക്കളയുവാൻ ശ്രമിക്കുന്ന സഹോദരന്മാരെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആരെയും ഇല്ലാതാക്കി തീർക്കുവാൻ ശ്രമിക്കരുത്. ആരും നശിച്ചു പോകുവാൻ നമ്മുടെ ഒരു വാക്കുപോലും കാരണമാകാതിരിക്കട്ടെ. നമ്മുടെ ഒരു വാക്കുകൊണ്ട് ഏതൊരു മനുഷ്യനും അനുഗ്രഹവും നന്മയും ഉണ്ടാകുവാൻ ഇന്നു പകലിൽ നമ്മുടെ വാക്കുകളെയും സൂക്ഷിക്കാം. ഒരു ചിന്തയും ഒരാലോചനയും ആർക്കും എതിരെ ചിന്തിപ്പാനായിട്ട് ഇടയാകാതിരിക്കട്ടെ. ആരെയും ഇല്ലായ്മ ചെയ്യുവാൻ ഒരു വാക്കും ഒരു ചിന്തയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാതെ ഇന്ന് പകലിൽ ജീവിപ്പാൻ സർവേശ്വരൻ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.